സാറ് നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കിയ ഒരു വിമാനാപകടത്തിൻ്റെ ആ ഒരു ഞെട്ടലിൽ നിന്ന് ആരും മാറിയിട്ടില്ല. അതിലൊരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഈ വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റ് മെയ്ഡേ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് മീ എന്നുള്ള അർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ അത് അദ്ദേഹം 3 തവണ അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നുള്ളൊരു പേടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിമാനം വന്ന് വീണ ഉടൻ തദ്ദേശവാസികൾ പറയുന്നു വീണ ഉടൻ ഒരു ഉഗ്ര സ്ഫോടന ശബ്ദത്തിന് ശേഷമാണ് ഇത് തീ പിടിച്ചതെന്ന് പറയുന്നു. അതുമാത്രമല്ല ഒരു വിദേശിയായിട്ടുള്ള ഒരാൾ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതിലെന്താണ് സംഭവിച്ചത്? നമ്മളൊരു വിമാനം പറന്നു വരുന്നതിന് മുമ്പ് എല്ലാം ചെക്ക് ചെയ്ത് വളരെ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് ആ വിമാനം പറന്നുയരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ? അതിന് ബ്ലാക്ക് ബോക്സ് ഒക്കെ എടുത്തതിന് ശേഷം അറിയാൻ കഴിയൂ. എന്നിരുന്നാൽ കൂടി സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണാൻ പറ്റും? ഞാൻ ഏവിയേഷൻ റിസർച്ച് സെൻറ്ററിലെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ പലപ്പോഴും ഫ്ലൈറ്റുകളും ചാർട്ടിങ്ങും അതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് കുറച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടല്ല. അതിൻ്റെ ബെയ്സിക് ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഡ്രാഗ് ഫോഴ്സും ലിഫ്റ്റ് ഫോഴ്സും ആണ് എയർക്രാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നതും ഡ്രാഗ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു സാധാരണ ഒരു കമേർഷ്യൽ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഹെലികോപ്റ്റർ പൊങ്ങുന്ന പോലെ നേരെ പൊങ്ങാൻ പറ്റില്ല. അതിന് വളരെ ട്രാൻസിഷനോടുകൂടി പതുക്കെ ഒരു 200 കിലോമീറ്റർ ഒക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ ഡ്രാഗ് ഫോഴ്സ് കൂട്ടി ലിഫ്റ്റ് ഫോഴ്സ് കുറച്ച് കുറക്കുക. പിന്നെ അവിടുന്ന് ഗ്രാജുവലി നല്ല ഹൈറ്റിലേക്കൊക്കെ. പക്ഷേ ഇത് ഒരുപാട് ഹൈറ്റിലേക്ക് പോയതുമില്ല. ഏകദേശം ഒരു 200 ഹൈറ്റിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ സ്പീഡ് കൂടേണ്ടതാണ്. അതിന് പകരം അത് കുറഞ്ഞു. അത് കുറഞ്ഞതിൽ ഇപ്പം നമ്മൾ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഒന്ന്, ചില എക്യുപ്മെന്റ്സ് ഇതൊക്കെ സ്വിച്ചിലും ബോർഡിലും സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ടെക്നിക്കലായിട്ട് എയർക്രാഫ്റ്റിന്റെ എല്ലാ ചെക്കിങ്ങും നടക്കും. അത് ഇൻക്ലൂഡിങ് അതിന് ചുറ്റും പറയുന്ന ഒരു 10-36 പാരാമീറ്റേഴ്സ് അവർക്ക് ടിക്ക് ചെയ്യാനുണ്ട്. ഇതൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് എയർക്രാഫ്റ്റിന് ചുറ്റും നടന്നു നോക്കി എവിടെയെങ്കിലൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഗ്രൗണ്ട് സ്റ്റാഫ് ചെയ്ത് ഇതൊക്കെ ക്ലിയറൻസിന് ശേഷം ഈ വരാൻ പോകുന്ന പൈലറ്റിനെ മെഡിക്കലായിട്ടും ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് ഫിറ്റ്നസ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കി എല്ലാ റിസ്കുകളും ഒഴിവാക്കിയിട്ടാണ് എയർക്രാഫ്റ്റുകൾ ഓടുന്നത്. അതെ, അത് മാത്രമല്ല ഈ പൈലറ്റ് 8000-ലധികം മണിക്കൂറുകൾ ഓടിച്ച് വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള വളരെ സാധാരണയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ ഹൈലി ഇപ്പൊ ഇന്നൊക്കെ ആണെങ്കിൽ ഒരു സാധാരണ ഇൻഡിഗോ പൈലറ്റ് എന്ന് പറയുന്നത് ഓടിക്കുന്നത് എത്രയോ മണിക്കൂറുകളാണ്. അപ്പൊ അതൊന്നും വലിയൊരു അങ്ങനെ ക്രെഡിബിലിറ്റിയുള്ള കുറേ പൈലറ്റുകളുണ്ട്. ഈ ആക്സിഡന്റ് എന്ന് പറയുന്നത് ഞാൻ 40 കൊല്ലമായി കാർ ഓടിക്കുന്നു അതുകൊണ്ട് ഇന്ന് ആക്സിഡന്റ് ആയത് എന്റെ കഴിവുകേടാന്ന് പറയുന്നത് അർത്ഥമില്ല. മാനുവൽ ആയിട്ടുള്ള കുറെ എറേഴ്സ് ചിലപ്പോൾ ആർക്കും ഉണ്ടാവാം. ഇനി അതാണെങ്കിൽ അതുകൊണ്ടാണ് സാധാരണ ഒരു പൈലറ്റിനെ വെക്കാതെ കോ പൈലറ്റും കൂടി ഉള്ളത്. അപ്പൊ രണ്ടുപേരും ഒരിക്കലും സാധാരണ പറന്നുയർന്ന് ഒരു പൊസിഷനിൽ വളരെ ഓട്ടോമാറ്റിക് മോഡിൽ എത്തുന്നത് വരെ പൈലറ്റും കോ പൈലറ്റും രണ്ടാളും വിജിലന്റ് ആണ്. അപ്പൊ ഒരിക്കലും അത് ഹ്യൂമൻ എറർ ആവാൻ സാധ്യതയില്ല. അപ്പൊ ഈ ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും സാധാരണയുണ്ട്. പിന്നെ ഉണ്ടാവുന്നത് എപ്പോഴും എയർക്രാഫ്റ്റിന്റെ എല്ലാ സംഭവങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ATC ആണ്, എയർ ട്രാഫിക് കൺട്രോൾ. അത് ഏത് ഹൈറ്റിൽ പറന്നാലും ഒരു എയർപോർട്ടിന്റെ പരിധിയിൽ നിന്ന് അടുത്ത എയർപോർട്ടിന്റെ പരിധിയിൽ എത്തുമ്പോഴത്തേക്കും ഈ എയർക്രാഫ്റ്റിനെ മറ്റൊരിടത്ത് ഹാൻഡ് ഓവർ ചെയ്യും. ഈ ആന്റിനകളൊക്കെ ഒരുവിധം തുടങ്ങുന്ന സമയത്ത് എയർപോർട്ടിന് ശേഷവും ഒരു ഹൈറ്റിലെത്തുമ്പോഴത്തേക്കും അടുത്ത ആന്റിനയുടെ സർക്കുലേഷനിലുമാണ് വരിക. അപ്പോൾ അതിനിടയിൽ കുറച്ചൊരു ഒരു എവിടെയെങ്കിലുമൊക്കെ സിഗ്നൽ ഡ്രോബാക്ക് വന്നു എന്ന് വിചാരിക്കുക. ബൈ ചാൻസ് അത് പോകേണ്ട പാത്തിൽ നിന്ന് പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടാവാം. അത് ഒന്നുകിൽ സിഗ്നൽ ഗ്യാപ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ എവിടെയെങ്കിലും ഒരു ഫാൾസ് അലാംസ് ആവാം. അപ്പം മെസ്സേജ് കൊടുത്താലും ഏത് എയർക്രാഫ്റ്റിൽ നിന്നാണ് ഇത് വന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ATCക്ക് സാധിക്കണം. അവിടെ എന്തോ ഒരു ഫ്ലോപ്പ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു കുറച്ചുള്ള കോണ്ടാക്ട്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. അതുമാത്രമല്ല ATC അത് ഈ മെയ്ഡേ എന്ന് കേട്ട ഉടൻ തന്നെ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വിമാനം താഴേക്ക് വീഴുകയും ഒരു തീഗോളമായി മാറുകയും ചെയ്യുമെന്നാണ് അവർ ചോദിച്ചത്. ഇത് ഏത് എയർക്രാഫ്റ്റ് നിന്നാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം ഒരു എയർപോർട്ടിന് ചുറ്റും കുറേ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റുകളെയും ടാഗ് ചെയ്യാനും കണക്ട് ചെയ്യാനും എവിടുന്നാണ് വന്നതെന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഈ കാര്യത്തിൽ മെസ്സേജ് കിട്ടി, പക്ഷെ ഇത് ഏത് എയർക്രാഫ്റ്റിൽ നിന്നാണെന്ന് അവർക്ക് പിക്കപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ ഒരു ടെക്നിക്കൽ കമ്മ്യൂണിക്കേഷൻ എററും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് എയർക്രാഫ്റ്റിനകത്തുള്ള സിഗ്നൽ പ്രോബ്ലം ആണോ ടെക്നിക്കൽ പ്രോബ്ലം ആണോ അതുകൊണ്ടുണ്ടായതാണോ എന്ന് നമുക്ക് സംശയിക്കാനേ മാർഗമുള്ളൂ.
ഈ 2 ഫാക്ടർ, ഒന്ന് ഞാൻ പറഞ്ഞു ടെക്നിക്കൽ, 2 ഹ്യൂമൻ, അത് ATC ആയിട്ടുള്ള കണക്ഷൻ, മൂന്നാമത്തേത് പറഞ്ഞു. നാലാമത്തേത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഒബ്ജക്ട്സ്, സാധാരണ ബേർഡ്സ് ഹിറ്റോ എന്തൊക്കെയാണെങ്കിൽ അതിൽ ചെറിയൊരു എല്ലാത്തിൻ്റെയും ഒരു ക്രക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ചിലപ്പോൾ ഒന്ന് അടിച്ചു കിട്ടിയാലും മതി എല്ലാം ഫെയിൽ ആവാൻ. അപ്പൊ അങ്ങനെ വല്ലതും എടുത്തുപെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മിക്കവാറും എല്ലാ സിറ്റികളുടെയും അടുത്ത് നമുക്ക് എയർപോർട്ടിന് ചുറ്റും പ്രൊട്ടക്ഷനും ബേർഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിറ്റി എന്ന് പറയുന്നിടത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, നമ്പർ 1. പക്ഷെ അത് വലിയൊരു ഹിറ്റിലേക്കൊന്നും അധികമായിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അതുണ്ടാവാനുള്ള സാധ്യത ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഒരു സിറ്റിയുടെ അടുത്ത് തന്നെയല്ല. ഇപ്പം ആ എയർപോർട്ടിൽ നിന്ന് പറന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും, കാരണം ആ ഹൈറ്റിലാണ് സംഭവിച്ചത്. വളരെ വലിയ ഹൈറ്റിലാണെങ്കിൽ ബേർഡ് ഹിറ്റ് അല്ലാന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇത് ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും സൗണ്ടും ലൈറ്റും വരുന്നതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. സൗണ്ട് ആദ്യം വരും, ലൈറ്റ് പിന്നെ വരും. പിന്നെ ഇത് കാണാൻ പറ്റുന്നതും കേൾക്കാൻ നമുക്കത് കാണണമെന്നില്ല ഫിസിക്കലി. അതിൻ്റെ പുക മുകളിൽ വരുമ്പോഴാണ് കേൾക്കുക. എയർക്രാഫ്റ്റിൽ കംപ്ലീറ്റ് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഫ്യൂവലാണ്. എയർക്രാഫ്റ്റ് ഫ്യൂവൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫ്യൂവലാണ്. ആ ഫ്യൂവല് ഫുൾ ടാങ്കിൽ ഇരിക്കുന്ന സമയത്താണ്, കാരണം എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയിട്ടേ ഉള്ളൂ. ആ പൊങ്ങിയിരിക്കുന്ന സമയത്ത് ചെറിയൊരു ബ്ലാസ്റ്റ് മതി വലിയൊരു സ്ഫോടനം ഉണ്ടാവാൻ. അപ്പോൾ അത് ഒരു അസാധാരണമായിട്ടുള്ള സംഭവമല്ല, നമ്പർ 1. നമ്പർ 2, ഏത് സമയത്തും ഒരു എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വീഴുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു, ഇപ്പം നമ്മളൊക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടാണ് സാധാരണ ഇരിക്കുന്നത്. ആ സീറ്റ് ബെൽറ്റ് ഇടുന്നത് തന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തെറിച്ചു പോവാതിരിക്കാനാണ്. അങ്ങനെ തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ ബെൽറ്റിന്റെ ഭാഗം ഡാമേജ് ആയിട്ടുണ്ടാവും, നമ്പർ 1. നമ്പർ 2, അയാൾക്ക് അതിനുള്ള ഒരു പോസിബിൾ, അയാൾ ചാടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആവാനാണ് സാധ്യത. പിന്നെ അദ്ദേഹം ഒരു ഫോറിനർ ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അയാൾ ഇന്ത്യൻ വംശജനായ UK സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. അപ്പോൾ ബേസിക്കലി അങ്ങനെ കുറേ ഇന്റർനാഷണൽ ഫ്ലൈയേഴ്സ് ഫ്ലൈ ചെയ്യുന്ന ഒരു എയർപോർട്ടല്ല അഹമ്മദാബാദ്. കാരണം സാധാരണഗതിയിൽ ഡൽഹിയിൽ നിന്നോ ബോംബെ നിന്നൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന നമ്പർ ഓഫ് ഈ ഫോറിനേഴ്സ് അഹമ്മദാബാദ് പോയിട്ട് ഫ്ലൈ ചെയ്യേണ്ട, UK ഫ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഈവൻ കേരളത്തിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ടിക്കറ്റിൽ കുറച്ച് ലെസർ പ്രൈസ് ആണെന്ന് കണ്ടിട്ടോ അങ്ങനെയൊക്കെ ആവാനേ സാധ്യതയുള്ളൂ. കാരണം ഇപ്പം ഹൈലി കോമ്പറ്റിറ്റീവ് ആണ്. അപ്പൊ ഇപ്പം അത്തരം ഒരു അവസരത്തിൽ നമ്മൾ കാണുന്ന സമയത്ത് ഇതിൽ ഏതാണ് കറക്റ്റ്, ഇതൊരു വലിയൊരു ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന് നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം കാരണം പറയാൻ സാധിക്കണം. അത് മാത്രമല്ല, ഈ യാത്രക്കാരൻ ഒരിക്കലും ഇതിന് അപകടം മുൻകൂട്ടി അറിഞ്ഞ് ചാടാൻ പോകുന്ന ഒരാളൊന്നും ഒരിക്കലും അല്ലാതെ അതിന്റെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഇത് വീണിരിക്കുന്നത് സിറ്റിയിലാണ്, അതുകൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ഇത് ഏതെങ്കിലും ഒരു സാധാരണ എയർക്രാഫ്റ്റ് ഓടിക്കുന്ന പൈലറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിൽ ക്രാഷ് ലാൻഡിംഗ് ആണെങ്കിൽ ജനവാസമില്ലാത്ത സാധാരണ ലാൻഡിൽ, അത് കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലാൻഡുകളിലോ എങ്ങനെയെങ്കിലുമൊക്കെ താഴത്ത് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് സിറ്റിക്കകത്ത് തന്നെ ആയിപ്പോയി എന്നുള്ളത്, അതിന് സമയം കിട്ടാത്തത് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ ഇതിനൊക്കെയുള്ള ട്രെയിനിങ്ങുകളും ഇതൊക്കെ സിമുലേറ്റഡ് ആയിട്ട്, ഇതൊന്നും ഫിസിക്കലായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ. ആക്സിഡന്റ് ഇതൊക്കെ സിമുലേറ്റീവ് ആയിട്ട് എല്ലാ പൈലറ്റുകളും ആയിരക്കണക്കിന് എക്സ്പെരിമെന്റ്സ് സിമുലേഷനിൽ ചെയ്ത് ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ചെറിയ എയർക്രാഫ്റ്റ് പോലും പറപ്പിക്കാൻ അനുവദിക്കുക. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിഫ്രഷ് കോഴ്സുകളും ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ്ങുകളും ഇടയ്ക്കിടയ്ക്ക് മുന്നറിയിപ്പുകളും ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് ഒരു മാനിപ്പുലേറ്റഡോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപാകതയോ ഒന്നും കാണാൻ പറ്റില്ല. ആക്സിഡന്റ് ഈസ് ആക്സിഡന്റ്, ദാറ്റ് ഹാസ് ഹാപ്പൻഡ്, അത്രയ്ക്കേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. ഏതായാലും ഇത് ഒരു ദുരൂഹമായി തന്നെ തുടരുകയാണ്. കാരണം ഇത്തരത്തിലൊരു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. നമുക്കറിയാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി ഇത്തരത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് മഞ്ഞുമലയിലേക്ക്, മഞ്ഞ് നിറഞ്ഞൊരു ഭാഗത്തേക്ക് ചാടുകയായിരുന്നു ചെയ്തത്. അവർ പിന്നീട് കുറേ കാലം കോമാ സ്റ്റേജിലായി. പിന്നീട് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് അവരിപ്പോൾ 66-ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ ഇത് പാരച്യൂട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ചാടുന്ന ആ ഒരു, അതെന്താണ് അതിന് പിന്നിൽ എന്നുള്ളത് അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, ഇത് ഇപ്പം നമ്മൾ ഈ ചാടി എന്നൊക്കെ പറയുന്നത് എയർക്രാഫ്റ്റ് പറന്നു പോകുമ്പോൾ മൂന്ന് ചാടി ഒന്നല്ല. അല്ല, ഇത് ചിലപ്പോൾ എമർജൻസി ഡോർ തുറന്ന് അല്ല, അവിടെ വീട് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് തെറിച്ചു പോകാനേ സാധ്യതയുള്ളൂ. കാരണം ഇമ്പാക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാറ് മറിയുമ്പോൾ സാധാരണഗതിയിൽ ഏതോ ഒരു പിന്നെ പാസഞ്ചർ അതിനകത്ത് നിന്ന് താഴെ പോയി എന്നുള്ളത് നമ്മൾ അയാൾ ചാടി രക്ഷപ്പെട്ടു എന്ന് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്പർ 1. നമ്പർ 2,
ഈ ഒരു അവസരം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഈ പലപ്പോഴും ഒരു ആംഗിളിൽ നിന്ന് നോക്കി ഇതിനെ ഒരു സ്റ്റോറി ആക്കിയിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുണ്ടാകുന്ന വ്യത്യസ്തമായ കഥകൾ ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് ശരി, അതിന്റെ ടൈം എന്താണ്, എപ്പോഴാണ് ഇത് നടന്നത്. കാരണം വലിയ ഹൈറ്റിൽ എത്തിയിട്ടൊന്നും അല്ലല്ലോ ഈ എയർക്രാഫ്റ്റ്, പാരച്യൂട്ടിൽ വീഴാനും ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം ടൈമില്ല മാത്രമല്ല, ഇത് ഏറ്റവും താഴെ പറക്കുക 200 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഉള്ള ഹൈറ്റിലുള്ള പോലെയാണ് അത് നടന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ, അതും ഏത് സ്പീഡിലാണ് അത് പോകുന്നത്. വീഴുന്ന സമയത്ത് പാരച്യൂട്ടിൽ വീഴുന്നതിനേക്കാളും സ്പീഡിൽ എയർക്രാഫ്റ്റ് താഴെ വീഴും, പിന്നെ ഇവിടെ ചാടാൻ പറ്റും. അപ്പൊ സാധാരണഗതിയിൽ പറക്കുന്ന ഒരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്നത് പോലെ അല്ല ആക്സിഡന്റ് സമയത്ത് നടക്കുന്ന സംഭവങ്ങൾ. അപ്പൊ അതിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലും, എന്ത് ബ്ലാക്ക് ബോക്സും, ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള ബ്ലാക്ക് ബോക്സിന്റെ റിലവൻസ് ഒക്കെ ഇപ്പോൾ പോയി. കാരണം ബ്ലാക്ക് ബോക്സ് പണ്ടുള്ളത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഒന്നും ഇല്ലാത്തൊരു കാലത്താണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ മിക്കവാറും എയർലൈൻസിൽ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ കൂടി നമുക്ക് ടെലിഫോൺ ഉപയോഗിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻ്റർനെറ്റ് കണക്ഷനും ഒക്കെ ഉള്ളൊരു കാലത്ത്, അതും അഹമ്മദാബാദ് സിറ്റി പോലുള്ളിടത്ത്, സിറ്റിക്ക് വെളിയിലൊക്കെ ആണെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നൊക്കെ പറയാം. ആ എയർക്രാഫ്റ്റിൻ്റെ ഓരോ മിനിറ്റുകളിലുള്ള പടങ്ങളും പോലും ഈ റഡാറിലേക്കും ATCയിലേക്കും ബാക്കി പേഴ്സണലായിട്ട് എനിക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പായാലും ലാൻഡ് ചെയ്താലും ബൈ ചാൻസ് മറന്നുപോയാൽ ഏകദേശം കുറച്ചൊരു ഹൈറ്റിലെത്തുന്നവരെ നമുക്ക് മെസ്സേജുകൾ അടക്കം വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.